ഇനി സുരേഷ് ഗോപി ആര് പിന്തുണയ്ക്കും? BJP പിന്തുണയ്ക്കൂ? ഇതേ നിലപാടാണോ BJPയുടേത്? നമുക്കിപ്പം ജെയ്സൺ ചാമോളപ്പിൽ ചേരുന്നു. ജെയ്സൺ ചാമോളപ്പിൽ പറഞ്ഞു വെട്ടിലായോ സുരേഷ് ഗോപി? സുരേഷ് ഗോപി സിനിമാ വിഷയവുമായി ബന്ധപ്പെട്ട് വളരെ പ്രകോപിതനായി തന്നെയാണെന്ന് സംസാരിച്ചിരിക്കുന്നത്. ഇതെല്ലാം മാധ്യമ സൃഷ്ടിയാണ്, ആരോപണങ്ങൾ മാത്രമാണ് നിലനിൽക്കുന്നതെന്നാണ് സുരേഷ് ഗോപി വ്യക്തമാക്കിയിരിക്കുന്നത്. അല്പം മുമ്പാണ് തൃശൂർ ഒല്ലൂരിലുള്ള യുപ്രാസ്യമ്മയുടെ ഖബറിടത്തിൽ എത്തി പ്രാർത്ഥിച്ച ശേഷം പുറത്തിറങ്ങിയപ്പോഴാണ് മാധ്യമപ്രവർത്തകർ ഇന്നലെയും ഇതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം തേടാൻ. പക്ഷേ അപ്പോഴൊന്നും പ്രതികരിച്ചിരുന്നില്ല. ഇന്ന് ഈ ഖബറിടത്തിൽ നിന്നും ഇറങ്ങി വന്ന് പുറത്തേക്ക് വരുമ്പോഴാണ് മാധ്യമപ്രവർത്തകർ ഇക്കാര്യം ചോദിക്കുന്നത്. അതുകൊണ്ടാണ് ആദ്യം തന്നെ അദ്ദേഹം വളരെ ക്ഷുഭിതനായി പറയുന്നത്, ഞാൻ ഈ വിശുദ്ധ സ്ഥലത്തു നിന്നാണ് വരുന്നത്, ഇവിടെ ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കാൻ പാടില്ല എന്നടക്കമുള്ള ചില കാര്യങ്ങൾ അദ്ദേഹം മാധ്യമപ്രവർത്തകരുമായി പങ്കുവയ്ക്കുന്നത്. അതിനുശേഷമാണ് എല്ലാം മാധ്യമ സൃഷ്ടിയാണ്, വെറും ആരോപണങ്ങൾ മാത്രമാണ് ഇതെല്ലാം എന്ന് അദ്ദേഹം അർത്ഥശങ്കയ്ക്കിടയില്ലാതെ പറയുന്നു. എന്നാൽ ഇത് സംബന്ധിച്ച പരാതി നിലനിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പോലീസിൽ പരാതി എത്തിയിരിക്കുന്നു. മറ്റു കൂടുതൽ പരാതികളിലേക്ക് പോകുന്നു, കൂടുതൽ വെളിപ്പെടുത്തലിലേക്ക് പോകുന്നു. ഇത് സംബന്ധിച്ചൊന്നും പ്രതികരിക്കാൻ അദ്ദേഹം തയ്യാറല്ല. മാത്രമല്ല, പ്രധാനമായി ഇതിന്റെ എല്ലാ പഴിയും അദ്ദേഹം ചാരുന്നത് മാധ്യമങ്ങൾക്ക് മുകളിലാണ്. കോടതി പ്രധാനപ്പെട്ട ചോദ്യമുള്ളത്, അദ്ദേഹം ഒരു നടൻ മാത്രമല്ലല്ലോ, നടനാണ്, അദ്ദേഹം കേന്ദ്രമന്ത്രിയാണ്, BJPയുടെ ഒരു ഫേസുമാണ്. അപ്പോൾ BJPക്ക് ഈ വിഷയത്തിൽ പ്രതിരോധിക്കേണ്ടി വരില്ലേ? അതായത് ഇപ്പോൾ BJP തന്നെ മുകേഷുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ തെരുവിൽ സമരത്തിലാണ്. BJP തന്നെ ഈ വിഷയത്തിൽ ഒരു നിലപാടെടുത്തിട്ടുണ്ട്. ആ നിലപാട് മുരളീധരൻ നേരത്തെ പറഞ്ഞതുമാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുന്ന വാർത്തകളിൽ അത് ആരോപണം മാത്രമാണ് എന്നതാണ് സുരേഷ് ഗോപിയുടെ നിലപാട്. പാർട്ടിയുടെ നിലപാട് അതല്ലല്ലോ ജെയ്സൺ ചാമോളപ്പിൽ. തീർച്ചയായും സുരേഷ് ഗോപി എന്ന നടനും രാഷ്ട്രീയക്കാരനും കേന്ദ്രമന്ത്രിയൊക്കെ തികഞ്ഞ വൈരുദ്ധ്യ അഭിപ്രായങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. സിനിമാ മേഖലയെ സമ്പൂർണ്ണമായി പിന്താങ്ങുന്ന ഒരു നിലപാടെടുക്കുമ്പോൾ BJP ഇതിൽ അക്ഷരാർത്ഥത്തിൽ വെട്ടിലാവുക തന്നെയാണ് ഇപ്പോൾ ചെയ്യുന്നത്. പക്ഷേ BJP നേതൃത്വം സുരേഷ് ഗോപിക്ക് എതിരായി തൽക്കാലം ഒന്നും പറയാനുള്ള സാധ്യതയില്ല. സുരേഷ് ഗോപിയുടെ വ്യക്തിപരമായ അഭിപ്രായം എന്ന നിലപാടായിരിക്കും സ്വാഭാവികമായും BJP എടുക്കുക. അതേസമയം ഈ വിഷയത്തിൽ ഒരു പരാതി സമഗ്രമായ ഒരു അന്വേഷണം വേണമെന്ന നിലപാടിലേക്ക് പോലും സുരേഷ് ഗോപി ഇപ്പോൾ പോകുന്നില്ല എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. അതോടൊപ്പം മുകേഷിനെതിരെ തുടർച്ചയായി നിരവധി പരാതികൾ വന്നുകൊണ്ടിരിക്കുന്നു. ആ പരാതികളിലൊക്കെ മുകേഷിനെ പരോക്ഷമായി പിന്തുണയ്ക്കുന്ന ഒരു പ്രസ്താവനയാണെന്ന് സുരേഷ് ഗോപിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. മാത്രവുമല്ല, മാധ്യമങ്ങളെ അടച്ചാക്ഷേപിക്കുന്ന സ്ഥിതിയിലേക്ക് ഇന്ന് കാര്യങ്ങൾ എത്തിച്ചേർന്നു എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും സുരേഷ് ഗോപി വലിയ ഒരു പ്രതിസന്ധിയിലാണ്. ഒരു കേന്ദ്രമന്ത്രി എന്ന നിലയിൽ എന്ത് പ്രതികരിക്കണം, BJP നേതാവ് എന്ന നിലയിൽ എങ്ങനെ പ്രതികരിക്കണം, അതേസമയം സിനിമാ നടൻ എന്ന നിലയിലുള്ള പ്രതികരണം, ഈ വൈരുദ്ധ്യം കൊണ്ട് വീർപ്പുമുട്ടുകയാണ് അക്ഷരാർത്ഥത്തിൽ സുരേഷ് ഗോപി. അപ്പോൾ അവസാനം അദ്ദേഹം തിരഞ്ഞെടുക്കുന്നത് സിനിമാ മേഖലയിൽ ഉണ്ടാകുന്ന ഇത്തരം എല്ലാം മാധ്യമങ്ങൾ ഉണ്ടാക്കിയ ആരോപണങ്ങൾ എന്ന ഒരു കൺക്ലൂഷനിലേക്കാണ് എന്നാണ് നമുക്കിപ്പോൾ എത്തിച്ചേരേണ്ടി വരിക. ഓക്കെ, ജെയ്സൺ ചാമോളപ്പിലാണ് ചേർന്നത്. ജെയ്സൺ പറഞ്ഞതുപോലെ സുരേഷ് ഗോപി ആകെ അടിമുടി വൈരുദ്ധ്യങ്ങളാണ് ഇപ്പോൾ ഈ പറയുന്നതിൽ ഉള്ളത്. ഒരു കേന്ദ്രമന്ത്രി എന്ന നിലയിൽ സുരേഷ് ഗോപി ഇങ്ങനെ പറയാൻ പറ്റുമോ എന്നുള്ളതൊരു പ്രധാനപ്പെട്ട ചോദ്യം. കാര്യം ഉത്തരവാദിത്തപ്പെട്ട ഒരു സർക്കാർ നിയോഗിച്ചിരിക്കുന്ന കമ്മിറ്റിയിലെ വളരെ പ്രധാനപ്പെട്ട കണ്ടെത്തലുകളാണ് ഒരു മാധ്യമ സ്ഥാപനങ്ങൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്. അത് ആരോപണങ്ങളാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. രണ്ട്, ഇതിൽ വരുന്ന വെളിപ്പെടുത്തലുകൾ, ആ വെളിപ്പെടുത്തലുകളെയൊക്കെ അദ്ദേഹം തീറ്റയായിട്ടാണ് കണക്കാക്കുന്നത്. മൂന്നാമത്തത്, ഈ വിഷയത്തിൽ എന്താണ് താങ്കളുടെ നിലപാട്? ഒരു പാർട്ടിയുടെ ഫേസും കൂടിയാണല്ലോ സുരേഷ് ഗോപി. ആ വിഷയത്തിൽ പാർട്ടി എടുത്ത നിലപാടിന് വ്യത്യസ്തമായ നിലപാട് സുരേഷ് ഗോപി സ്വീകരിക്കുന്നു. മുകേഷ് രാജിവെക്കേണ്ടതുണ്ടോ എന്ന ചോദ്യത്തിന് കോടതി തീരുമാനിക്കുമെന്ന് പറയുമ്പോൾ ഇപ്പോൾ രാജിവെക്കേണ്ടതില്ല എന്ന തീരുമാനമാണ് പാർട്ടിയുടേത്. മറ്റൊരു വ്യത്യസ്തമായ നിലപാടുമാണ്. എന്തായാലും ആ അർത്ഥത്തിൽ സുരേഷ് ഗോപി പാർട്ടിയെ വെട്ടിലാക്കി. ശ്രീജിത്ത് നമുക്കൊപ്പം ചേരുന്നു. ശ്രീജിത്ത്, ഇപ്പോൾ മുകേഷിന് വലിയ പാർട്ടി പിന്തുണ ലഭിക്കുന്നു. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കേസെടുത്താൽ പോലും മുകേഷിനോട് രാജി ആവശ്യപ്പെടേണ്ടതില്ല എന്ന നിലപാടിലാണെന്ന് തോന്നുന്നു. കാരണം അല്പസമയത്തിനുള്ളിൽ മിനു മുനീർ പരാതി നൽകും മുകേഷിനെതിരെ. അങ്ങനെ ഒരു പരാതി കിട്ടിക്കഴിഞ്ഞാൽ പോലും MLA സ്ഥാനത്ത് നിന്നും മുകേഷിനെ ഇറക്കേണ്ടതില്ല എന്ന തീരുമാനത്തിലായിരിക്കും ഒരുപക്ഷെ CPM എത്തിച്ചേരുക.